പൊന്നേലസില്ല പൊന്നിന്നറിഞ്ഞാണില്ല മിന്നുന്ന നെറ്റിപ്പട്ടം വീവിക്കന്നില്ല പൊന്നേലസില്ല പൊന്നിന്നറിഞ്ഞാണില്ല മിന്നുന്ന നെറ്റിപ്പട്ടം വീവിക്കന്നില്ല മുഞ്ചുള്ള ബീവിക്കെന്തിന് വീരാങ്ങള കാഞ്ചന കുടമല്ലോ ഫാത്തിമ സുഹറ ഫാത്തിമ സുഹറ അലിയാരെ കല്യാണ പുതുമാ ചൊല്ലാം മലമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരിമുല്ലപ്പൂതു ബീവി ഉടുത്തൊരുങ്ങി അത് പെങ്ങൾ പറഞ്ഞാലും ഒടുങ്ങയില്ല ഒടുങ്ങയില്ല. വെറുതെ പാടിയതോ ഒരു രസം. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഒരു നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. സന്തോഷത്തോടുള്ള കുറച്ച് എന്താ പറയുക, ഒരു നല്ലൊരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പാട്ട് കേട്ട് നിങ്ങളെല്ലാവരും ഓടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. തിരിച്ചു വരിക, നമുക്ക് കഥ പറയാം. കഥയല്ല, എൻ്റെ ജീവിതകഥ. അതിൽ കുറച്ച് ഞങ്ങൾ ഗുജറാത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കുറച്ച് കോമഡികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അടുത്ത് നിന്ന് പറ്റുന്ന അമളികൾ, അബദ്ധങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ, ഭാഷ അറിയാത്ത സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും സീരിയസ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനിന്നിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ, ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഇത് വെറും ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് ഞാനൊരു ഗൗൺ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ലീവൊക്കെ ഈ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഷാള് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് നമ്മളെ സിൽക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കെട്ടാൻ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞത് കാരണം ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, കാരണം നമ്മൾ വീഡിയോ കഴിയുന്നത് വരെ നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ടിട്ട് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഫാനോ നമുക്ക് എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫാൻ ഇടാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സൗണ്ട് ഇതിൽ വരും. അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെ വോയിസ് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ വോയിസിനേക്കാളും കൂടുതലായിട്ട് ആ സൗണ്ടായിരിക്കും കൂടുതൽ ഇതിനെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്തത്. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിനെ പറ്റി എനിക്ക് അറിയാമല്ലോ, എന്താ പാട്, ചൂടൊക്കെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ്. ഇപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് കർട്ടനൊന്നുമില്ല, അപ്പോൾ ബാക്കിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറ്റ് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വാതിലൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. എന്നാൽ പുറത്ത് അടുത്തടുത്ത് വീടായതുകൊണ്ട് കുറച്ച് വോയിസുകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കും. അത് വാതിലൊക്കെ അടച്ചിരിക്കും, ജനൽ മാത്രം ബാക്കിൽ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കുറച്ച് വ്യൂവേഴ്സ് കുറവാണ്. എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊന്നും ഇന്ന സ്റ്റോറിയോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവരൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മളെ പിന്നെ ലൈഫിലെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ലൈഫ് സ്റ്റോറിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, അപ്പോൾ അത് നമ്മൾ ഇനി ആവർത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഫാമിലിക്കൊക്കെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കടങ്ങളും കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോ കിട്ടട്ടെ. ഹലാലോ ഹറാമോ എന്നൊക്കെയുള്ള തീരുമാനിക്കുന്ന റബ്ബാണ്. അപ്പോൾ ഇതിന് കമൻ്റായിട്ട് ഒന്നും വരരുത്, കാരണം ഒരു ഇതില്ലാത്തത് കാരണമാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഈ ചാനൽ എടുത്തതെന്ന് പറയുന്നു. അപ്പം അതിൽ കൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നതും അപ്പം എപ്പോഴെപ്പോഴും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അത് ബോറടിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സോപ്പ് നിർമ്മാണമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ സോപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോപ്പ് എന്ന് പറഞ്ഞാൽ അരിവേപ്പും പച്ചമഞ്ഞളുടെ സോപ്പ്, അലോവേരൻ്റെ സോപ്പ് വേറെ ഉണ്ട്, അതുപോലെ ബീട്രൂട്ടിൻ്റെ സോപ്പുണ്ട്, ക്യാരറ്റ് അലോവേരൻ്റെ സോപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് സോപ്പുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നെ കമൻറ്റിൽ അറിയിച്ചാലും മതി. പിന്നെ എൻ്റെ നമ്പർ അതിലുണ്ട്. അപ്പോൾ അതിൽ കൂടെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഒരു വഴി നിങ്ങൾക്ക് എത്തിച്ചു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയ സമയത്തേ പിന്നെ
ചോറും കറിയൊന്നും വെക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ ചോറിൻ്റെ വേവ് നോക്കാനറിയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അരയ്ക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. കൈ നീളം വെക്കണമെങ്കിൽ പിന്നെ ബോഡി ഷേപ്പൊക്കെ കിട്ടാൻ എങ്ങനെയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതും പഠിച്ച് വെക്കണം. പെൺകുട്ടികളായാലും നല്ല അരക്കണം തന്നെ, നല്ല അരക്കണം. അത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ 3 അരക്കെ അരക്കും തേങ്ങ. 3 പ്രാവശ്യമൊക്കെ അരച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അനിയത്തി പറയല് കണ്ണിലിങ്ങനെ കണ്ണെഴുതുന്ന മാതിരി അത്രയും എന്താ പറയുക അരഞ്ഞു കിട്ടണമെന്ന് പറയും. അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് പറയാനറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ആവണം, ഇങ്ങനെ നല്ല ആവണം എന്നറിയും. അത് പിന്നെ ഉമ്മി അങ്ങനെ തന്നെ പറയല്ലേ, കൺമഷി പോലെ അരഞ്ഞു കിട്ടണം. അതാണ് പെൺകുട്ടികൾ നല്ല അരയണം. അതുപോലെ 3 പ്രാവശ്യം നരക്കാൻ പാടില്ല, 2 പ്രാവശ്യം അരച്ചിട്ട് അത് അത്രയും നല്ല രീതിയിൽ അരച്ചെടുക്കണം. അതുപോലെ പത്തിരിക്ക് മാവ് ചാമ്പാൻ, പത്തിരി പരത്താൻ, നല്ല റൗണ്ടിലായി വരാൻ, അങ്ങനെയൊക്കെ ഉള്ളത് പണിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊക്കെ പാത്രങ്ങൾ കഴുകുന്നതും മറ്റുള്ളതൊക്കെ ഉള്ള ഒഴിവിൽ ഈ തിരക്കിനിടയിലും അതെല്ലാം അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കറി വെക്കാനൊന്നും അറിയില്ല. മീൻ മുറിക്കാനൊക്കെ ചിലതൊക്കെ മീൻ മുറിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളത് ഈ സ്കൂളിൻ്റെ സമയമല്ലേ, പിന്നെ സമയമല്ലല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും അടുക്കളത്തെ കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ ഞാൻ പോയ സ്ഥലത്താണെങ്കിൽ പച്ചക്കറി ആണ് അവർ മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ മത്തിയൊന്നും അവിടെ കിട്ടുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അയല ഇട്ടിട്ടുണ്ട്, മത്തിയൊന്നും കണ്ടിട്ടില്ല. പിന്നെ നർമ്മദ നദിയിലെ നല്ല എന്താ പറയുക പെടക്കിനെ വലിയ ചെള്ളുള്ള വവ്വാല് കറിയാണ്. ചെള്ളുള്ള മീൻ നല്ല രസമാണ് കേട്ടോ. ഒരു പാവിൻ്റെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ, ഒരു പായലിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്നറിയില്ല, ആ ഒരു ടേസ്റ്റാണ്. ഇപ്പോഴതൊക്കെ ഒരു രുചി വരുന്നത്. അന്ന് അതൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തൊക്കെ അതിന് കണ്ണിന് നേരെ കണ്ടുവിടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അത് പൊടിച്ചിട്ട് ചോറ്റിൽ ഇടും. ഞാനറിയാതെ ആളാണ് ചോറ് വിളമ്പാന്നറിയാം. പിന്നെ പൊന്നേരിയൊക്കെ പോലത്തെ അരിയാണല്ലോ, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അരിയല്ല അവിടെ. അപ്പോൾ അത് വറ്റിച്ചെടുക്കലാണ്. ഇവിടെ കൊട്ടക്കയിൽ ആയിട്ട് ഊറ്റാന്നാണ് പറയുക ചോറ്. പക്ഷെ അവിടെ പോയി വയ്ക്കുമ്പോൾ ഒക്കെ തല തീർന്നിട്ടാണല്ലോ, എല്ലാം പെട്ടെന്ന് കണ്ട് ചിട്ടപ്രാച്ചിട്ട് മാറിയതല്ലേ. അപ്പം നമുക്ക് അതിന് ഒരു ജീവിതത്തിലൊരു ഇതും നമ്മൾ കണ്ടിട്ടില്ല. ഒരു യൂട്യൂബിലെങ്കിലും കണ്ടെങ്കിലല്ലേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കണം. ഏകദേശം വന്നു അന്ന് യൂട്യൂബില്ല ഫോണില്ല എന്ന് പറഞ്ഞ കാലമല്ലേ. ആ കാലത്ത് നമ്മൾ എന്ത് കാണുന്നു, ഇവിടെ അങ്ങനത്തെ ഒരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞത് അവിടെ പോയതിന് ശേഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള ലോകം ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാർ എത്ര ഏജ് ആയി കഴിഞ്ഞാലും അവർ പഞ്ചാബി സൂട്ട്, സൽവാർ കുർത്തി അങ്ങനെയൊക്കെ ഉള്ളതാണ് അവരിടുക, ഏത് പ്രായമായി കഴിഞ്ഞാലും. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ചിലപ്പം പാവാട കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മളെ ജനറേഷനാണ് പറഞ്ഞത്. പാവാട കഴിഞ്ഞ് നേരെ പോകുന്നത് സാരിയിലേക്കാണ്. സാരി കഴിഞ്ഞിട്ട് നൈറ്റിയൊന്നും അന്നും അത്ര വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 58 സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ മാമൻ കൊണ്ടുവന്നിട്ട് നൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഈ പിന്നെ ഇത് സാരിന്ന് പിന്നെ നേരെ പോകുന്നത് പെണ്ണുങ്ങൾ പോകുന്നത് പെൺകുപ്പായം, കാച്ചിത്തുണി അല്ലെങ്കിൽ ലുങ്കിത്തുണി അങ്ങനെയൊക്കെയുള്ള ഒരു സംബന്ധിക്കാണ് പോകുന്നത്. അപ്പം ആ ഒരു ഒരു ഇതാണ് വരുന്നത് അല്ലേ. അവിടെ അങ്ങനെയല്ല, എപ്പോഴും ചുരിദാർ തന്നെ. ചുരിദാറിൽ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാർക്ക് ഈ 2 സൈഡിലും ഇപ്പം നമ്മൾ ഇവിടെ ട്രെൻഡായിട്ടുള്ള ആ മോഡലാണ് അവരവിടെ പ്രായമുള്ള ആൾക്കാർ ഇടുന്നത്. ഒരു രാജസ്ഥാനി മോഡലൊക്കെ പറയും, രാജസ്ഥാനിലൊക്കെ ഇടുന്നുണ്ടല്ലോ അങ്ങനത്തെ ഡ്രസ്സ്. പിന്നെ ഒരു ഫ്രില്ല് വെച്ചിട്ട് ടോപ്പാണ് അധികം മുസ്ലിംസുകൾ ഇടുന്നത്. മറ്റുള്ളവരൊക്കെ സാരി ചുറ്റുന്നുണ്ട്, സാരി ചുറ്റുന്നില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അവർ സാരി ചുറ്റിൽ ഒന്ന് ഇങ്ങോട്ട് ഇടും, നമ്മൾ അങ്ങോട്ട് ഇടും. അത്ര ഒരു വ്യത്യാസമുണ്ട് അവിടെ. മുന്താണി ഫ്രണ്ടിൽ കാക്കിയിട്ടിടുന്നത്, നമ്മൾ മുന്താണി ബാക്കിൽ കാക്കിയിടുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് സാരിയിൽ. ബാക്കി പിന്നെ ചുരിദാറുകൾ തന്നെയാണ് അധികം ഇടൽ. മുസ്ലിംസ് പ്രത്യേകിച്ച് പ്രായമുള്ളവരും നല്ല ചുരിദാർ തന്നെ ഇടൽ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ വ്യത്യാസം കൾച്ചറിൻ്റെ ഇടയിൽ ഞാൻ പോയി നിൽക്കുന്നത്. ഞാൻ ഇവിടെ പാവടയും കുപ്പായിട്ടിട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത്. അവിടെയും എനിക്ക് വീട്ടിലിടാനുള്ളത് ഡ്രസ്സ് ഇവർ പാവടയും കുപ്പായെല്ലാം എടുത്തിട്ടുണ്ട്, പാവടയും ജാക്കറ്റും. അപ്പോൾ അതുപോലെ നാത്തിൻ്റെ മകൻ പറയും, എനിക്കും പറയും, കഴുതങ്ങളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഗ്രാമത്തിൽ താമസിക്കുന്ന ഗാവുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അവർ ഇതേപോലെയാണ്. ഒരു ചണിയച്ചോളി പോലത്തെ സാധനമാണ്, ഒരു ബ്ലൗസ് പോലത്തെ ഒരു ഇതും പിന്നെ ഒരു പാവാടയാണ്. നമ്മളെ ശരിക്കുള്ള പാവാടല്ല, അവരിമ്മ വർക്കൊക്കെ ഉണ്ടായിട്ടൊരു തരം ചോളി പോലത്തെ സംഭവമാണ്. എന്നിട്ടൊരു ഷോൾ ഇങ്ങനെ ഇടും. അങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇവിടം വരെ മുട്ട് വരെ വള ഇടും. വള എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് വലിയ പീസായിരിക്കും, പീസ് റൗണ്ടുള്ള.
അങ്ങനത്തെ പീസ് ഇവിടെ വലുതാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കൈ നിറയെ ഉണ്ടാവും. നല്ല രസമാണ് അവരെ കാണാൻ. അങ്ങനെ എന്നോട് പറയും ഇതായി അമ്മായി ഇങ്ങോട്ട് നോക്കി കഴുതകൾ പിന്നെ മേയ്ക്കാൻ പോകുന്ന ആൾക്കാരിടുന്ന ഡ്രസ്സാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കളിയാക്കും ഗുജറാത്തികളൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇക്ക പറഞ്ഞ അല്ലെങ്കിലും ഞാൻ മാറ്റം വെച്ചിട്ടാണ് ഇവിടെ പിന്നെ വന്നു കഴിഞ്ഞാൽ പഞ്ചാബി സൂട്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പഞ്ചാബി സൂട്ടും ചുരിദാർ സൽവാർ കുർത്തിയൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അതുവരെ ഞങ്ങൾ പാവാട തന്നെ സാരി വരും കഴിച്ചു. സാരിയാണ് പിന്നെ ഫംഗ്ഷന് പരിപാടിക്കൊക്കെ പോകുമ്പോൾ എടുക്കുന്നത്. അങ്ങനെ ആ ലെവലിൽ നിൽക്കുമ്പോഴേ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കാൻ ഞാനൊരാളേ ഉള്ളൂ. ഇവർ ആദ്യം ഇവർ തമ്മിൽ പിന്നെന്താ പറയുക അമ്മൂനും മരുവനും തമ്മിലാണ് ഉണ്ടാക്കിയിരുന്നത്. അവനുണ്ടാകുമ്പോൾ അവന് ഇലക്ക നിൽക്കുകയാണെങ്കിൽ ഒക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് വെക്കുമ്പോൾ വാർക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പല പ്രാവശ്യം ചോറ് എന്താ പറയുക പായസമായിരിക്കുന്നത്. നമുക്കതിൻ്റെ വേവ് കറക്റ്റായി വരുന്നില്ല, വെള്ളം കറക്റ്റായി വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഊറ്റാണ്ട് സമയത്ത് ഊറ്റാൻ കിട്ടില്ല. അങ്ങനെയുള്ള ഒരു ലെവലാണ് കേട്ടോ. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിരി വരും എനിക്ക്. അങ്ങനെ കറി വെക്കാൻ പച്ചക്കറികളാണ് അധികം കൊണ്ടുവരാം. അപ്പോൾ ഈ പച്ചക്കറികളൊന്നും നമ്മളധികം കഴിച്ചിട്ടില്ല. അവിടെയൊക്കെ നല്ല നല്ല രസമുള്ള പച്ചക്കറികൾ. കോവയ്ക്കൊക്കെ അവിടെ നിന്നാണ് ഞാൻ തിന്നൽ തുടങ്ങിയത് കേട്ടോ. കോവയ്ക്ക പിന്നെ കൈപ്പക്കൊക്കെ ഇവിടെ എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും. പിന്നെ അധികം കൂടുതൽ പപ്പായ പച്ചപ്പപ്പായൊക്കെയാണ് ഞങ്ങളിവിടെ പച്ചക്കറി. മുരിങ്ങക്കായ, മുരിങ്ങയില, ചേമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അതിൽ വെറൈറ്റി ആയിട്ട് നല്ല നല്ല പച്ചക്കറികളൊക്കെ അവിടെ ഇട്ടു കേട്ടോ. വണ്ടിക്കാർ പോകുമ്പോൾ നമ്മൾ വാങ്ങി. അപ്പോൾ വെണ്ടയ്ക്ക കറി വെക്കാം ഒരു ദിവസം. ഇതുപോലെ വെണ്ടയ്ക്ക കറി വെക്കാം. എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന അപ്പം ഞാൻ ഈ മസാലക്കറി വെച്ച വെണ്ടയ്ക്കയെന്ന് തന്നെ. അങ്ങനെ തേങ്ങ അരക്കലൊക്കെ കണക്കെന്നാണ്. അപ്പം മസാലക്കറി അത് വെച്ച് അടച്ചോനെ അറിയാൻ പറ്റില്ല. പായസം പോലെ ചോറും കറി ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുന്നത്. കാരണം വെണ്ടയ്ക്ക വെന്തിട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്ത് അപ്പം തന്നെ ഒപ്പം ഇട്ടിക്കണേ, വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ടിക്കണേ. ഇതാകെ അരിഞ്ഞാകെ നോടോ പോലായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ അങ്ങോട്ട് ഫുള്ളോ വെള്ളം കറി. അങ്ങനെ ഇപ്പോഴും അത് എനിക്ക് എൻ്റെ ഇക്ക മരണപ്പെടുന്ന വരെ അതെപ്പോഴും പറയായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ വല്ലാതെ കണ്ട് പറയണ്ട, എന്നെ പഠിപ്പിച്ചൊക്കെ ഞാനല്ലേ കുക്കിംഗ് എന്ന് പറയും. പിന്നെ അതിന് ശേഷം പിന്നെ വീക്കിലികളൊക്കെ ഞാൻ വായിക്കുന്നു പറഞ്ഞില്ല ബോറടിക്കണേന്. അപ്പം വനിത, ഗൃഹലക്ഷ്മി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലെത്തുമായിരുന്നു. അപ്പോൾ മലയാളീസ് കട ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഫുഡുകളൊക്കെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അടുത്തുള്ള മലയാളീസിനോടൊക്കെ ഓരോന്ന് ചോദിച്ചിട്ട് അവരുണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഫുഡ് എനിക്കൊരു ഭയങ്കര ഒരു പാഷനായി. ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഞാൻ മൈസൂർ പാക്ക് മുതൽ ലഡു അങ്ങനത്തെ സംഭവം എല്ലാം ഗുജറാത്തി മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ തുടങ്ങി. അച്ചാർ മുതൽ എല്ലാം അവിടെയുള്ള ഗുജറാത്തികളായിട്ടൊക്കെ പിന്നെ കണക്റ്റായി. പിന്നെ അവരുണ്ടാക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ഞാൻ നിന്ന് അതേപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങി അതേപോലെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പാപ്പട് എന്നൊക്കെ പാപ്പടമൊക്കെ അവരുണ്ടാക്കും. നമ്മൾ പിന്നെ എന്താ പറയുക ഉഴുന്നുമാവൊക്കെ ഇട്ട് വെളുത്തുള്ളി ചതച്ചിട്ടും പിന്നെ അതുപോലെ എള്ള് എരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് അടിപൊളി ലിച്ചി പാപ്പട് എന്നൊക്കെ പറയും. അതേപോലത്തെ ടേസ്റ്റുള്ള നല്ല അടിപൊളി കായൊക്കെ ഇട്ടിട്ട് ഈ ഇവിടെ ഉണ്ടാക്കുന്ന റൗണ്ടല്ല അല്ലാത്തത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളി പപ്പടമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പപ്പടങ്ങൾ അതും അതൊക്കെ അച്ചാറുകൾ കാട്ടിയവടി മാങ്ങ കൊണ്ട് നല്ല നല്ല അടിപൊളി അച്ചാറുകൾ. എനിക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞങ്ങൾ തന്നെ അവിടെ ഞാനും അടുത്തുള്ള ഒരു ഭാബിയും കൂടെ കൂടിയിട്ട് അച്ചാറൊക്കെ ഒരുപാട് അച്ചാറുണ്ടാക്കും. കാട്ടിയവടി മാങ്ങ കൊണ്ട് നല്ല അച്ചാറുണ്ടാക്കി ഞാൻ കിലോ കണക്കിന് നാട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഒരുപാട് കാലം ഞാൻ തിരിച്ച് വരുന്നവരെ ഇവർക്ക് തിന്നാനുള്ള അച്ചാറുണ്ടാവും. മധുരവും എരിവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടിപൊളി സൂപ്പർ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ കടലെണ്ണ അതൊക്കെ ലിറ്റർ കണക്കിന് അവിടുന്ന് 5 ലിറ്റർ 10 ലിറ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ ലിറ്റർ കണക്കിന് കൊണ്ടുവരുമായിരുന്നു വീട്ടിൽ. നിൽക്കുന്ന സമയത്ത് പിന്നെ അമ്മക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പാത്രങ്ങൾ ഒക്കെ ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അവർ ഇന്ത്യക്കാരൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഒരു എന്താ പറയുക റവ കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ ചിരകിയിട്ട് റവ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് മാത്രം വെള്ളം യൂസ് ചെയ്തിട്ട് തേങ്ങ ചിരകിയിട്ട് റവയിലിട്ടിട്ട് നല്ല ഞെരടിയിട്ട് കൈ കൊണ്ട് മാത്രം പരത്തിയിട്ട് പിന്നെ കല്ലിൽ ചുട്ടെടുക്കുന്നത്, തവയിൽ ചുട്ടെടുക്കുന്നത്. അത് നല്ല രസം. അധികം എണ്ണ ഇല്ലാത്തത് ഭയങ്കര ടേസ്റ്റിയാണ്. അതെനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കുമ്പോഴും ഇക്കാൻ്റെ അടുത്തുള്ള ആ ഫീല് എനിക്ക് എപ്പോഴും വരും. ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കൊഴുക്കട്ട ഇതെല്ലാം സാധനങ്ങൾ ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഉപ്പുമാവ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പുട്ടൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ അത് ഈസിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഒരു ദിവസം ഈ ഉമ്മ എൻ്റെ അടുത്തുണ്ടല്ലോ, ഉമ്മയും പിന്നെ കുട്ടികളും ഒക്കെ ഞങ്ങളുള്ള സമയത്ത് അപ്പം
പിന്നെ മുരിങ്ങയില ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ മുരിങ്ങമരമുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞ് ഒരുപാട് മുരിങ്ങ ഉണ്ടല്ലോ മോനെ, മുരിങ്ങ എന്താ മുരിങ്ങക്കായും മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അതിനി ഉമ്മ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ അത് കഴിക്കൂല, ആട്ടിന് കൊടുക്കുന്നതാണ്. ഇവിടെ ഉള്ള ആൾക്കാരൊന്നും അങ്ങനത്തെ ഇല തിന്നൂല, അല്ലാതെ ഉലുവയില ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ, തിന്നലാണ്. പിന്നെ ചീരനില ഉലുവനില അങ്ങനെയൊക്കെ ഉള്ളതാണ് തിന്നൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞത് ആയിക്കോട്ടെ, അതിനെന്താ, നമ്മളെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്, നമ്മളെ ഉറപ്പിലുള്ളതിനാണ്. നമ്മളന്ന് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞേക്ക് തന്നെ വീട് പിന്നെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയിരുന്നു. സൊസൈറ്റിയും ബാങ്കും കൂടെ ആയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ പിന്നെ കോളനിയാണ്. അപ്പോൾ ആ കോളനിയിൽ നിന്ന് വീട് നമ്മൾ പകുതി പൈസയോളം കൊടുത്തിട്ട് വാങ്ങിയതാണ്. അന്ന് എനിക്ക് കിട്ടുന്ന ഗോൾഡ് അതിന് വേണ്ടിയിട്ട് വിറ്റിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്ഥലം ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മളതിലുള്ളതാണ്. അപ്പോൾ അതിലുള്ളതാണ് മുരിങ്ങ. അപ്പോൾ അതുപോലെ പൊട്ടിക്കാൻ കയറി ഉമ്മ പോയിട്ട് പിന്നെ അത് വലിച്ച് എടുക്കൽ തുടങ്ങി. ഞാനിവിടെ അകത്താണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ അറിയുന്ന ഒരു ടീമുണ്ട്, ഞങ്ങൾ അയൽവാസി ഇതുപോലെ ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ അവർ പിന്നെ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ബക്ര ഹേക്ക ഗർഭേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ആ എന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് ഇതുപോലെ ഹിന്ദി അറിയില്ല, അപ്പോൾ ഞാനത് കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ കിതറേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേലേക്ക് കാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാനാണ്. അപ്പം അവർ ചോദിക്കുന്നത് ആടുണ്ടോ നിങ്ങളെ വീട്ടിൽ മുരിങ്ങയില പൊട്ടിക്കാനെന്ന് ചോദിക്കുന്നത്, ആടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഉണ്ട് എന്ന് ഉമ്മ പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇക്കാനാണ് കാണിച്ചു കൊടുക്കുന്നത്. മേലുണ്ട് പറഞ്ഞിട്ട് ഇക്കാനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇക്കാക്ക് അവിടുന്ന് ചിരി പൊട്ടിക്കുന്നത്. ഉമ്മ അല്ലെന്ന് വിചാരിച്ചിട്ട് ഉമ്മ മനസ്സിലായിട്ടില്ല എന്നുള്ള മനസ്സിലായി. അപ്പം ഭാബി വന്നിട്ട് നോക്കിയിട്ട് ഇക്കാനെ കണ്ടു. അപ്പം പറഞ്ഞ് സിദ്ദീഖായി ആ പേക്കാവും പറഞ്ഞ് ഉമ്മാനെ പോലെ ബക്ര എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് മേലെ നിൽക്കുന്നല്ലേ സിദ്ദീഖായി. ഞങ്ങൾ വിചാരിച്ച് പിന്നെ അവർ ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ആടുണ്ട്, അപ്പോൾ ഞാൻ വന്നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കഥ അങ്ങനെയാണ് കഴിഞ്ഞിട്ടാണ്. അത് ഞങ്ങൾ കുറേ ചിരിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഉമ്മ ഇന്നെ ആടാക്കി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ അറിയാനിട്ട് പറഞ്ഞാണ് മോനെ എന്നൊക്കെ. അതൊരു കഥ കേട്ടോ. പിന്നെ വേറൊരു കഥ എന്ന് പറഞ്ഞാൽ, വേറൊരു രസം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അതേപോലെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിട്ട് രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആണ്, ഫസ്റ്റ് നാട്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഡ്രസ്സുകളൊക്കെ കുറച്ച് ഡ്രസ്സുകളും എല്ലാം മടക്കി വെച്ചിരിക്കണം. ബ്ലൗസും പിന്നെ എന്താ പറയുക ലുങ്കി മാത്രം എടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്തിട്ട് എല്ലാം പോരാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പം ട്രെയിനിൽ പോരുന്നതല്ല, കുറച്ച് നേരത്തെ പോകണ്ടേ, നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ലുക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് എത്ര വേണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇക്കാനെ കാണാനില്ല, എത്തിയിട്ടില്ല. അപ്പം ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവിടെ ക്ലീനിങ്ങും ഒക്കെ ചെയ്യണം റൂമിനുള്ളിൽ. ഇനിയിപ്പോൾ ഞാൻ വരുവോളും അത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യലും നടക്കലും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു പണിക്കാരൻ വന്നു. അപ്പോൾ അയാൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു സിദ്ദീഖ് ഭായ് എന്ന് ചോദിച്ചു. അഭിയാത്തെ എന്നാണ്. ഞാൻ ഈ ആത്തെ എന്നുള്ളത് അവർ പറയുമ്പം യു പിക്കാരനാണ് അയാൾ പറയുമ്പം ആട്ടെ എന്നാണ് വരുന്നത്. അപ്പം ഈ ആട്ടെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഈ കുറേ എന്നോട് പറഞ്ഞിരുന്ന പണിക്കാർക്ക് കൊടുക്കുക കുറേ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്നൊന്നും കഴിക്കില്ല, ഞാൻ പുറത്തുനിന്നേ കഴിക്കുള്ളൂ, ഉണ്ടാക്കി കഴിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഇത് മനസ്സിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ആട്ട കൊണ്ടുപോകാൻ വേണ്ടി വന്നാണെന്നാ സിദ്ദീഖായി പറഞ്ഞതാണെന്നാ എൻ്റെ വിചാരം. പറഞ്ഞാണെന്നാ ഞാൻ പറഞ്ഞേ ആദ്യം കൊടുന്ന് ആട്ട കൊടുന്ന് വെച്ച് ടേബിളിൽ. അപ്പം അവൻ പറഞ്ഞ് നെഹി ആത്തേ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഈ ആട്ടയും കൂടെ അല്ല, അപ്പം റവയും വേണ്ടി വരും. അങ്ങനെ റവ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് മൈദപ്പൊടിയും കൊണ്ടുവന്ന് വെച്ചു, പിന്നെ അരിപ്പൊടിയും കൊണ്ടുവന്ന് വെച്ചു. ചുരുക്കം പറഞ്ഞാൽ 4-5 ഐറ്റം ടേബിൾ മേലെ എത്തിച്ച് വീട്ടിലുള്ള എല്ലാ പൊടിയും കൊണ്ടുവന്ന് വെച്ചു. കാരണം അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലെവലിലാണ് ജീവിതം. അപ്പോൾ എല്ലാം ഫുൾ റാക്കിൽ എല്ലാം പിന്നെ ഫുള്ള് മജ്ബൂത്താക്കി നിറച്ച് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ്. അപ്പം ഇത് ഞാൻ തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, കേട്ട യൂസ് ചെയ്യില്ല. അപ്പം ഇത് കൊടുക്കണമെന്ന് പറഞ്ഞതുമല്ലേ. എന്നപ്പം ഇത് ആട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആട്ടയും പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവൻ കുടുങ്ങി തലയിൽ കൈയും വെച്ചിട്ട് പുറത്തു പോയി നോക്കണം. അപ്പോൾ അവനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാനും നോക്കാനൊക്കെ പറഞ്ഞതാണ്. ഇത് ചെയ്യുന്നതിന് പകരം ഞാൻ കൊടുക്കുന്ന പണിഷ്മെൻറ്റ് കാരണം ആൾക്ക് ടെൻഷൻ അടിച്ചിട്ട് പുറത്തു പോയി നിൽക്കണം, പറഞ്ഞാൽ മനസ്സിലാവാൻ. അങ്ങനെ പിന്നെ വന്നപ്പോൾ പറഞ്ഞ് ഇതെന്താണ് ഇതൊക്കെ നിറച്ച് വെച്ചിരിക്കണേ, ഇതൊക്കെ പൊടി വെച്ചിട്ട് ഞാൻ അതിന് വേറെ ആളോടാണ് വരാൻ പറഞ്ഞത്. ഫാമിലി ഉണ്ട്, ഫാമിലി അവരോട് വരാൻ പറഞ്ഞതാണ്. ഇയാൾ ആട്ട ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു കൊടുത്തു സിദ്ദീഖായി ഇപ്പോൾ വരുമെന്ന്. ആദ്യത്തേന്ന് പറഞ്ഞിട്ട് ഇവർ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭാവി ഇങ്ങനെ കൊടുന്ന് നിൽക്കുകയാണ് നിറച്ചും.
കുറേ പൊടികളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്താ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതെ ഞാൻ ഇപ്പോൾ വരും എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അമളിട്ടത് ഇങ്ങനൊന്നല്ല. അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. ഇന്നത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക സീരിയസ് ആയിട്ട് നിന്നാൽ പറ്റില്ലല്ലേ. ഞാൻ ഏത് സമയത്തും ഏത് സീരിയസിൻ്റെ സമയത്തും സത്യം പറയാലോ ഏത് സീരിയസിൻ്റെ സമയത്തും ഹൃദയത്തേക്ക് അത് കൊടുക്കാറില്ല. എനിക്ക് അറിയില്ല ഞാനത് ആ രംഗങ്ങളിൽ കൂടെ കടന്നു പോകും. ചിരിച്ച് കളിച്ചിട്ടൊക്കെ എന്തൊക്കെയോ തരണം ചെയ്ത് അങ്ങനെ പോകും. പിന്നീടാണ് ഞാനത് ആലോചിക്കൽ ഇത്രയും വലിയ സീരിയസ് ആയിരുന്നു അന്ന് അപ്പം നടന്നത് ഇങ്ങനെ നടന്നതെന്നൊക്കെ. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞു പോയിട്ടുള്ള രംഗങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയൊക്കെ കഴിഞ്ഞു പോയോ എൻ്റെ ജീവിതത്തിൽ, ഇതെല്ലാം ഞാൻ തരണം ചെയ്തോ, അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അള്ളാഹു എനിക്ക് അതിന് കരുത്ത് തന്ന് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇത് എത്രയോ വലുതായിരിക്കണമെന്ന് തോന്നുന്നു വീഡിയോ. അപ്പോൾ ഇവിടെ വൈഡപ്പ് ചെയ്യുക. ഞാൻ വേറൊരു സ്റ്റോറിയും കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ പിന്നെ ഡ്രസ്സിൽ തന്നെ ഇട്ടിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മളെ ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടണിൽ നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ അത് ജോയിൻ ചെയ്തതിൽ നമുക്കൊരു ഫാമിലി ആവാൻ പറ്റും. പിന്നെ ആ ജോയിൻ ബട്ടൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ പൈസൻ്റെ കാര്യം കാണിക്കും. അപ്പോൾ അത് ചെറിയ തുക 29 രൂപ അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പം അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്താൽ മതി. ഈ ചെറിയൊരു തുക ആയിട്ട് എനിക്ക് അതൊരു ഹെൽപ്പായിട്ട് കിട്ടുന്നതാണ്. അത് എനിക്കെന്ന് മാത്രമല്ല പലർക്കും ഉണ്ടാവും. പലരും പല രീതിയിലാവും റേറ്റ് വെച്ചിട്ടുണ്ടാവുക. ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യാം നമ്മളെ പിന്നെ ജോയിൻ ബട്ടണിൽ. അപ്പോൾ നമുക്കൊരു ഫാമിലി ആവാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ആയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു